Hello children, today we are going to learn about different kinds of works we do. നമുക്കറിയാം നമ്മുടെ നെയ്ബർഹുഡില് പലതരത്തിലുള്ള ആൾക്കാരും സ്ഥലങ്ങളും എല്ലാം ഉണ്ടെന്ന്. അപ്പോ ഈ സ്ഥലങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? മാർക്കറ്റ്, ബാങ്ക്, ഹോസ്പിറ്റൽ, പോസ്റ്റ് ഓഫീസ്, സ്കൂൾ, ഇതൊക്കെയാണ് നമ്മുടെ ചുറ്റുമുള്ള പലതരത്തിലുള്ള സ്ഥലങ്ങൾ. ഈ സ്ഥലങ്ങളൊക്കെ ഉള്ളതും അവിടെ ഓരോ ആൾക്കാരെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ളത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ ഒരു ലൈഫ് വെരി സ്മൂത്ത്ലി ഇറ്റ് ഗോസ് ഓൺ, അല്ലെ? നമ്മുടെ ജീവിതം നല്ല രീതിയിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത് ഇങ്ങനെ കുറെ സ്ഥലങ്ങൾ നമ്മുടെ ചുറ്റും ഉള്ളത് കൊണ്ടും അതേപോലെ അവിടെ നമ്മളെ സഹായിക്കാൻ ആൾക്കാരുള്ളത് കൊണ്ടാണ്, അല്ലെ? സോ ലെറ്റ്സ് ലേൺ അബൌട്ട് ഡിഫറെന്റ് നെയ്ബർഹുഡ് സർവീസസ് അറൗണ്ട് us. So you have learned in your previous classes different kind of neighborhood services. ഇനി നമുക്ക് ഒന്നും കൂടി അതൊന്ന് റിവൈസ് ചെയ്ത് നമുക്ക് നോക്കാം. So the first neighborhood service we come across is a hospital. Whenever we fall sick, we go to hospital. അല്ലെ? നമ്മൾ വയ്യാണ്ടായി അസുഖം എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് എവിടേക്കാണ്? ഹോസ്പിറ്റലിലേക്കാണ്. Over there will be doctors and nurses and also the chemists to help us. നമുക്കുള്ള അസുഖം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർ മരുന്ന് എഴുതും. ഈ മരുന്ന് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? We get these medicines from the pharmacy. അവിടെ ആരാണ് ഈ മരുന്ന് എടുത്ത് തരുന്നത്? അതാണ് കെമിസ്റ്റ്. ആൻഡ് ഓൾ ഹോസ്പിറ്റൽസ് ഹാവ് എമർജൻസി വെഹിക്കിൾ, അല്ലേ? ആംബുലൻസ് ഉണ്ടാവും, അല്ലെ? ഈ എന്തിനാണ് ഈ ആംബുലൻസ്? അതായത് ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ, ഭയങ്കര എമർജൻസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഒരു പേഷ്യന്റിനെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടായിച്ചാൽ അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സർവീസ് ആണ് ആംബുലൻസ്. ഈ ആംബുലൻസിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയൊക്കെ എല്ലാം റോഡിൽ ഒതുക്കി കൊടുക്കും, അല്ലേ? ഈ വണ്ടിക്ക് വേഗം എത്താനായിട്ട്. അത്രയും എമർജൻസിയിലാണ് ഈ ആംബുലൻസ് പോവാ. നമ്മൾ ഇങ്ങനെ വഴിയിൽ ബ്ലോക്കിലൊക്കെ കൊണ്ട് നിർത്തുവോ? ഇല്ല. നമ്മളെപ്പോഴും വി ഷുഡ് ഗിവ് വേ ഫോർ ദി ആംബുലൻസ്. ആംബുലൻസിന് എപ്പോഴും പോവാനായിട്ട് നമ്മൾ വഴി ഒരുക്കി കൊടുക്കണം. നമ്മൾ ഒരിക്കലും അതിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് പാടില്ല. The next is a bank. എന്താണ് ബാങ്ക്? നമ്മുടെ പൈസ സേഫ് ആയിട്ട് നമ്മൾ എടുത്ത് വെക്കുന്ന സ്ഥലം ബാങ്ക് ആണ്, അല്ലെ? We deposit our money and also whenever in need we take our money from there. അല്ലെ? നമ്മൾ പൈസ ഇടുകയും ചെയ്യും, അതേപോലെ തന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ പൈസ അവിടുന്ന് പിൻവലിക്കും ചെയ്യും. അതേപോലെ അവിടെ ആരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക? Over there the cashier will be there. കാഷ്യർ ആണ് പൈസ മേടിക്കും, അല്ലെങ്കിൽ നമുക്ക് തരുന്നതും മേടിക്കുന്ന ആ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുന്ന പേഴ്സൺ ആണ് കാഷ്യർ. ആൻഡ് ദ ബാങ്ക് മാനേജർ, നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യങ്ങളോ നമുക്ക് വേറെ എന്തെങ്കിലും അറിയാനോ അങ്ങനെ ഉണ്ടെങ്കിൽ ദ ബാങ്ക് മാനേജർ വിൽ ഹെൽപ്പ് us in a bank. This is another neighborhood service in our locality. Now the next one is a market. എന്താണ് മാർക്കറ്റ്? Yes, we get our daily things for use from a market. Let it be grocery, stationery, milk, fruits and vegetables. എന്തും ആവട്ടെ, സ്റ്റേഷനറി ആവട്ടെ, ഗ്രോസറിയോ വെജിറ്റബിൾസോ എന്തും ആവട്ടെ, we get all these things from the market. ഈ ഫാമേഴ്സ് ഒക്കെ സാധനങ്ങളെല്ലാം മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുമ്പോൾ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ആ സാധനങ്ങൾ പോയി മേടിക്കും, അല്ലേ? എല്ലാ സ്ഥലത്തും മാർക്കറ്റുകൾ ഉണ്ടാവും. The next one is a school. We know നമ്മൾ പല കാര്യങ്ങൾ പഠിക്കുന്നത് സ്കൂളിൽ നിന്നാണ്, പല അറിവും നമ്മൾ നേടുന്നത് സ്കൂളിലാണ്. നമ്മൾ പല തരത്തിലുള്ള സബ്ജക്ട്സ്, ആർട്ട്, ക്രാഫ്റ്റ്, പിന്നെ അതേപോലെ സ്പോർട്സും ഇങ്ങനെയുള്ളത് കൂടി നമ്മൾ പഠിക്കുന്നത് എവിടെ നിന്നാണ്? സ്കൂളിൽ നിന്നാണ്, അല്ലെ? ഒരു സ്കൂളിൽ ആരൊക്കെ ഉണ്ടാവും? പ്രിൻസിപ്പൽ ഉണ്ടാവും, ടീച്ചേഴ്സ് ഉണ്ടാവും, നമ്മുടെ ക്ലാസ്മേറ്റ്സ് ഉണ്ടാവും, അതേപോലെ നമുക്ക് അവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ജാനിറ്റേഴ്സും എല്ലാവരും ഉണ്ടാവും, അല്ലെ? അങ്ങനെ നമ്മളെ പല കാര്യങ്ങൾ പഠിപ്പിക്കാനും എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാനും
ഒക്കെ ആയിട്ട് നമ്മൾ എവിടേക്കാ പോവാ? നമ്മൾ സ്കൂളിലേക്കാണ് പോവാ. അവിടെ who will be there to guide us? The principal and the teachers will be there to guide us in learning. The next one is a post office. Post office is an important neighborhood service. അല്ലേ? ഒരു പോസ്റ്റ് ഓഫീസ് അത്ര ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? We send and receive letters and couriers at a post office. എന്താണ് ലെറ്റേഴ്സ്? കത്തുകൾ. കൊറിയേഴ്സ് പറഞ്ഞ പാക്കേജുകൾ, വലിയ വലിയ പാക്കേജുകൾ, പാക്കറ്റുകളൊക്കെ. ഇതെല്ലാം നമുക്ക് എവിടെ നിന്ന് കിട്ടാം? We send and receive these things from a post office. പോസ്റ്റ് ഓഫീസിലാണ് നമ്മൾ അയക്കാനും അത് മേടിക്കാനുമായിട്ട് നമ്മൾ ചെല്ലാം. The person who delivers letters is a postman. ഒരു പോസ്റ്റ്മാൻ ആണ്. നമ്മള് ലെറ്റേഴ്സ് എല്ലാം നമ്മുടെ വീട്ടിൽ കൊണ്ട്, നമ്മൾക്ക് ആരെങ്കിലും ലെറ്റർ അയച്ചു കഴിഞ്ഞാൽ ആ കത്ത് വീട്ടിലെത്തിക്കുക ആരാണ്? പോസ്റ്റ്മാൻ ആണ് അല്ലേ? അതേപോലെ നമ്മൾ പോസ്റ്റ് ബോക്സ് അറിയാം അല്ലെ? എന്താണ് പോസ്റ്റ് ബോക്സ്? പോസ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ലെറ്റർ എല്ലാം അയക്കാനായിട്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിലാണ്, നമ്മുടെ പോസ്റ്റ് ബോക്സിലാണ്. പോസ്റ്റ് ബോക്സിൽ നിന്ന് ലെറ്റേഴ്സ് എടുത്ത് പോസ്റ്റ് ഓഫീസിൽ നിന്ന് അത് പാക്ക് ചെയ്ത് നമ്മൾ എവിടേക്കാണോ അയക്കണേ ആ സ്ഥലത്തേക്ക് എത്തും അല്ലേ? എന്നിട്ട് അവിടുത്തെ പോസ്റ്റ്മാൻ അവർക്ക് കൊണ്ട് കൊടുക്കും. സോ പോസ്റ്റ് ഓഫീസ് ഇസ് അഗെയിൻ ആൻ ഇമ്പോർട്ടന്റ് നെയ്ബർഹുഡ് സർവീസ്. Now let's learn about police station. എന്താണ് police station? പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ്, ഒരു കളവിനെ കുറിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ സാധനങ്ങൾ തട്ടിപ്പറിച്ചു പോകുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ വി ഗോ ആൻഡ് കംപ്ലെയിൻ ഇൻ എ പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷനിലാണ് നമ്മളൊരു കംപ്ലൈന്റ് കൊടുക്കുക. ആൻഡ് ആരാണ് അവിടെ കാര്യങ്ങൾ, ഒരു ക്രിമിനലിനെയോ അല്ലെങ്കിൽ ഒരു തീവ്സിനെയോ പിടിക്കാരാ? പോലീസ്മാൻ. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടന്റ് നെയ്ബർഹുഡ് സർവീസ് എന്താണ്? Yes, it's the fire station. In case of a fire, എവിടെയെങ്കിലും ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ ആരെയാണ് വിളിക്കുക? We call it fire brigade. ഈ ഫയർ ബ്രിഗേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീം ഓഫ് പീപ്പിൾ ഹു ആർ സ്പെഷ്യലൈസ്ഡ് ഇൻ പുട്ടിംഗ് ഔട്ട് ദി ഫയർ. തീ അണയ്ക്കാനായിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടീം ഓഫ് ആൾക്കാരെയാണ് നമ്മൾ ഫയർ ബ്രിഗേഡ് എന്ന് പറയാം. The firemen put out the fire. ഫയർ എൻജിൻ, ഫയർ ഹോസസ് ഒക്കെ വെക്കുക എവിടെയാണ്? അത് ഫയർ സ്റ്റേഷനിലാണ് വെക്കുക. ഈ ഫയർ ഫൈറ്റിംഗ് അപ്ലയൻസസ് ആണല്ലേ ഈ ഫയർ ഹോസസ് ആൻഡ് ഫയർ എൻജിൻ, ഇതെല്ലാം ഫയർ സ്റ്റേഷനിലാണ് വെക്കുക. എന്നിട്ട് എവിടെയെങ്കിലും ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഫയർ ബ്രിഗേഡിനെ വിളിച്ചു കഴിഞ്ഞാൽ അവരങ്ങോട്ട് വന്നിട്ട് ഈ ഫയർമെൻ ആണ് they put out the fire and save the people in crisis. എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിലോ പ്രശ്നത്തിലോ അകപ്പെട്ടിട്ടുള്ള ആൾക്കാരെ ആര് ഹെൽപ്പ് ചെയ്യും? The firemen. They help to put out the fire. ഇനി ഇപ്പൊ തീപിടുത്തുണ്ടായ മാത്രമാണോ നമ്മൾ ഈ ഫയർ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയാം? അല്ല, ഒരാൾ ഒരു ബിൽഡിങ്ങിന്റെ മേലെ പെട്ടുപോയി അല്ലെങ്കിൽ ഒരാള് ഒരു കുഴിയിൽ, വലിയൊരു കുഴിയുടെ അകത്തേക്ക് വീണാലും വി ഇൻഫോം ദി ഫയർ സ്റ്റേഷൻ. അപ്പൊ അവിടെ നിന്നുള്ള ഫയർ ബ്രിഗേഡ് ആ ടീം വന്നിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഓക്യുപ്പേഷൻസ്, നമ്മളിപ്പോ പല തരത്തിലുള്ള നെയ്ബർഹുഡ് സർവീസസ് കണ്ടു. ഇനി നമുക്ക് പല അതുപോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള പല ഓക്യുപ്പേഷൻസും നമുക്ക് കാണാം. As we all know, the person who stitches clothes is a tailor, and the person who makes a furniture അതാരാണ്? It's a carpenter. നിങ്ങൾ എല്ലാവരും ഓൾറെഡി ഇതെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. സോ നമുക്കൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് പോയാൽ മതി. A person who makes and repair things made of iron. കൊല്ലൻ എന്നൊക്കെ പറയില്ലേ, അതായത് ഇരുമ്പിന്റെ സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കും അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്ത് തരുന്നത് ആരാണ്? ഇറ്റ്സ് എ ബ്ലാക്ക് സ്മിത്ത്. ആൻഡ് പോട്ടർ മീൻസ് ക്ലേ പോട്ട്സ്. ഈ മണ്ണുകൊണ്ട്, കളിമണ്ണുകൊണ്ട് എല്ലാം എടുത്ത് അവർ പോട്ടൊക്കെ ഉണ്ടാക്കി തരും ആരാണ്? ഇറ്റ്സ് എ പോട്ടർ. ആൻഡ് എ മെക്കാനിക് റിപ്പയർസ് എ വെഹിക്കിൾ. എപ്പോഴെങ്കിലും ഒരു വണ്ടി കേടാവുക എന്തെങ്കിലും ചെയ്ത് വി കോൾ ഫോർ എ മെക്കാനിക്. ആ മെക്കാനിക് വന്നിട്ട് ആ വണ്ടിയെല്ലാം റിപ്പയർ ചെയ്ത് തരൂല്ലേ. ആൻഡ് എ പ്ലംബർ ഫിറ്റ്സ് ആൻഡ് റിപ്പയർ പൈപ്സ് ആൻഡ് ടാപ്പ്. ഒരു പൈപ്പ് ടാപ്പ് എന്തെങ്കിലും കേടുണ്ടെങ്കിൽ നമ്മൾ ആരെ വിളിക്കുക? ഇറ്റ്സ് എ പ്ലംബർ. ആൻഡ് a person who takes care of plants and trees in the parks and garden is a gardener. നമ്മള് സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും അതേപോലെ പബ്ലിക് പാർക്സിലും ഒക്കെ വലിയ വലിയ ഗാർഡൻ ഒക്കെ ഉണ്ടാവും അല്ലെ. ഈ ഗാർഡനൊക്കെ ആരാണ് മരങ്ങളും ചെടികളും ഒക്കെ സംരക്ഷിച്ചു കൊണ്ടുപോവുക? അതാരാണ്? ഇറ്റ്സ് എ ഗാർഡനർ.
ഇനി a person who sells food and household goods, ഒരു ഭക്ഷണ സാധനങ്ങളും അതേപോലെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആളെ നമ്മൾ എന്താണ് പറയാ? ഇറ്റ്സ് എ ഗ്രോസർ. ഇനി വീട് പണിയുന്നവരെ എന്താ വിളിക്കുക? മേസൺ. ആൻഡ് an important person, നമ്മുടെ നെയ്ബർഹുഡ് എല്ലാം വൃത്തിയായിട്ട് ക്ലീൻ ആയിട്ട് വെക്കുന്നവരെ നമ്മൾ എന്ത് പറയും? ഇറ്റ്സ് എ സ്വീപ്പർ. ആൻഡ് എ വാച്ച്മാൻ ഗാർഡ്സ് അവർ ഹൗസ് ആൻഡ് ബിൽഡിംഗ്. നമ്മുടെ വീടും പരിസരങ്ങളും ഒക്കെ കള്ളന്മാര് വരാതെയും ഒക്കെ സംരക്ഷിക്കുക ആരാണ്? ആരെയും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി നിൽക്കുക ആരാണ്? ഇറ്റ്സ് ദ വാച്ച്മാൻ. ആൻഡ് എ പേഴ്സൺ ഹു ഗ്രോസ് ക്രോപ്സ്, നമുക്ക് വേണ്ട സാധനങ്ങളും എല്ലാം ഗ്രോ ചെയ്യുക, അതെല്ലാം ചെയ്യുന്നത് ആരാണ്? ഇറ്റ്സ് എ ഫാമർ. നമുക്ക് വേണ്ട ഫുഡ് പ്രോഡക്ട്സ് എല്ലാം കൃഷി ചെയ്ത് നമുക്ക് എത്തിച്ചു തരുന്നത് ഇറ്റ്സ് എ ഫാമർ. And a person who mends our shoes and slippers or sandals. സ്ലിപ്പേഴ്സും സാൻഡൽസും ഒക്കെ ആരാണ്? ഷൂ ഒക്കെ കേടായി കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യുക ആരാണ്? ഇറ്റ്സ് എ കോബ്ലർ. സോ ഓൾ ദീസ് ആർ പെയ്ഡ് ജോബ്സ്. ഇതെല്ലാം ഒരു സാലറീഡ് ആണ് അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള അവർക്കൊരു പൈസ നമ്മൾ കൊടുക്കണം. അവർ തരുന്ന സർവീസിന് നമ്മൾ, അല്ലെങ്കിൽ അവർ തരുന്ന സഹായത്തിന് നമ്മൾ അവർക്ക് പേ ചെയ്യണം. ബട്ട് ഇൻ അവർ ഫാമിലി, നമ്മുടെ വീട്ടില് നമ്മുടെ ഫാമിലി മെമ്പേഴ്സും പലതരത്തിലുള്ള ഹൗസ് ഹോൾഡ് വർക്ക് ഒക്കെ ചെയ്യും അല്ലെ. അമ്മമാര് കണ്ടിട്ടില്ലേ നമ്മുടെ വീട്ടില് പോയി എന്താ പറയാ, പുറത്തൊക്കെ വേറെ ജോലി ചെയ്താലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കാനും തുണി അലക്കാനും നമ്മുടെ വീട് ഒതുക്കി വെക്കാനും ക്ലീൻ ചെയ്യാനും എല്ലാത്തിനും അമ്മമാര് ഓടി നടന്ന് എല്ലാം ചെയ്യുന്നുണ്ടാവും അല്ലേ. അവർക്ക് നമ്മൾ സാലറി കൊടുക്കും? ഇല്ല, അവർക്ക് സാലറി ഒന്നും പേ ചെയ്യില്ല അല്ലെ. പക്ഷെ അവരെന്തിനാ പിന്നെയും അത് ചെയ്യുന്നത്? ബിക്കോസ് ഓഫ് ദ ലവ് ആൻഡ് കെയർ, നമ്മളോടുള്ള ആ ഒരു സ്നേഹവും ആ ഒരു അവർക്ക് നമ്മളെ സംരക്ഷിക്കണം, അതാണ് അവരൊരു അവകാശമാണ് ആയിട്ട് എടുക്കുകയാണ് അല്ലെ. ഒരു അമ്മ അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ മക്കളെ സംരക്ഷിക്കുക, മക്കളെ സ്നേഹിക്കുക, അതൊക്കെ അവരുടെ ഒരു അവകാശമാണ്. ആ അവകാശത്തിന്റെ ഇതിൽ അവർ നമുക്ക് ചെയ്തു തരുന്നതാണ് അല്ലെ. ആൻഡ് വി ഡോണ്ട് പേ ഫോർ ഇറ്റ്. നമ്മൾ അവർക്ക് പൈസ കൊടുക്കും? ഇന്ന് എന്റെ അമ്മ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൈസ കൊടുക്കും? ഇല്ല. ഇന്ന് എന്റെ അമ്മ ഈ വീടൊക്കെ വൃത്തിയാക്കി വെച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അച്ഛൻ പൈസ കൊടുക്കണം കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇതൊന്നും നമ്മൾ ചെയ്യില്ല അല്ലെ. പക്ഷെ അതിന് വേണ്ടി നമ്മൾ എന്താ തിരിച്ചു കൊടുക്കുക? We give them love and respect. നമ്മളോട് നമുക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തരുന്നവരോട് നമ്മൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അവരോട്, ഫാമിലി മെമ്പേഴ്സിനോട് we must show love and respect to them. And children, always remember, all kinds of work are equally important. No work is better or worse than any other. എല്ലാ ജോലിയിലും, ഏത് തരത്തിലുള്ള ജോലിയാണെങ്കിലും അതെല്ലാം ഒരേപോലുള്ള എന്താ പറയുക, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോലികളാണ്. ഒരു ജോലി പോലും ഇത് വലിയ ജോലിയാണ്, ഇത് ചെറിയ ജോലിയാണ്, അങ്ങനെ ഒന്നുമില്ല കേട്ടോ. എന്തുകൊണ്ടാ വെച്ചാൽ എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതയും അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസും ഒക്കെ ഉണ്ട്. നമുക്കൊരു സ്വീപ്പർ ഇല്ലാണ്ട് പറ്റുമോ? ഒരു സ്വീപ്പർ ഉണ്ടെങ്കിൽ നമ്മുടെ നെയ്ബർഹുഡ് എല്ലാം ക്ലീൻ ആയിട്ടിരിക്കുന്നു. നമുക്കൊരു ഫാമർ, കൃഷി ഒട്ടും പൊട്ടയല്ല, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ജോലിയല്ല. കൃഷിക്കാരനുള്ള കാരണമാണ് നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുന്നത് അല്ലേ. നമുക്ക് വേണ്ട ഭക്ഷണം എല്ലാം ഒരുക്കി കൊണ്ടുവന്ന് തരുന്നത് ആരാണ്? ഇറ്റ്സ് എ ഫാമർ. അതേപോലെ നമുക്കൊരു പോലീസ് എന്ന് പറഞ്ഞ ഒരു പോലീസ്മാൻ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമ്മൾ സേവ് ചെയ്യാനൊക്കെ ആയിട്ട് ഓടി വരിക ആരാ? അവരെ ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് വേണ്ടി പ്രൊട്ടക്ട് ചെയ്യും, അതെല്ലാം ചെയ്യൂല്ലേ. സോ അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു എന്താ പറയുക, ഒരു ചെരുപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പുതിയ ചെരുപ്പ് മേടിച്ചു, 2 ദിവസം കഴിയുമ്പോഴേക്കും ചെരുപ്പ് പൊട്ടി നമ്മൾ വേറെ മേടിക്കാൻ പോവോ? ഇല്ല, നമ്മളത് തയ്ക്കാൻ പോകും അല്ലേ. അപ്പം നമ്മൾ ആരുടെ അടുത്തേക്ക് പോവുക? ഒരു ചെരുപ്പ് കുത്തിയുടെ അടുത്തേക്ക്, ടു എ കോബ്ലർ. സോ നോ ജോബ് ഇസ് ബെറ്റർ, അല്ലെങ്കിൽ ആ ജോലിയാണ് നല്ലത്, ഈ ജോലി ചെറുതാണ്, ഈ ജോലി പൊട്ട, ഇങ്ങനൊന്നും നമ്മൾ ചിന്തിക്കാനേ പാടില്ല. All kinds of work are equally important and we must show respect to those people who give us these services. ആ സർവീസ് എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഇവരോടൊക്കെ നമ്മൾ റെസ്പെക്ട് ആൻഡ് അവർക്ക് വേണ്ട സമയത്ത് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഹെൽപ്പ് നമ്മൾ അവർക്കും ചെയ്യണം. So with this, thank you children. Bye bye.